ഞാൻ തിരിച്ചു വരാം ഡോക്ടർ തോമസ് ഐസക്. ശ്രീമതി ടി ബി മിനി, ഇങ്ങനെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് അതിനുശേഷം ഉണ്ടാകുന്ന പൂർണ്ണമായ നിശബ്ദതയ്ക്ക് ഈ മലയാളിയുടെ നിസ്സംഗമായ മനോഭാവം അങ്ങേയറ്റം കാരണമാണ്. താങ്കൾ നേരത്തെയും താങ്കളടക്കമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും പ്രതിഷേധ സമരങ്ങൾ നടത്തുക പോലും ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ, അത്തരത്തിൽ ആവർത്തിച്ച് ഇക്കാര്യങ്ങളെക്കുറിച്ച് വരുന്ന ചർച്ചകൾ ഏതെങ്കിലും വിധത്തിലുള്ള മനോഭാവം ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും നാട്ടുകാരുടെ മനോഭാവത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? സനീഷ്, ഇതിലേ അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ശ്രമം നടത്തിയ ആളുകൾപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോ നമ്മളിവരെ ഓർഗനൈസ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ പണി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഈ സർക്കാർ, ഇപ്പൊ LDF സർക്കാരാണെങ്കിലും UDF സർക്കാരാണെങ്കിലും ഈ അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു കണക്കെടുപ്പ് നടത്താനായിട്ട് തീരുമാനിച്ചപ്പോ ഇതിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ കൂടുതലായി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയാണ് ഇതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് നിയോഗിച്ചത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇവര് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, ഐഡന്റിറ്റി കാർഡ് വിതരണമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് ഒരു സിവിൽ എന്ന നിലയിൽ ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമായ യാതൊരു തരത്തിലുള്ള സംവിധാനം ഇന്ന് സ്റ്റേറ്റിലില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റിന് ഒരു അപേക്ഷ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പൈസ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൾപ്രിറ്റ് എന്ന് പറയുന്നത് സർക്കാരാണ്. സർക്കാർ ഇത്തരത്തിലുള്ള തൊഴിലാളികൾ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് പണി ചെയ്യുമ്പോൾ ഇവരുടെ തൊഴിൽ സംരക്ഷണവും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ പ്രക്ഷോഭം നടത്തുമ്പോൾ ആ സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ഒരുപാട് പ്രസ്താവനകൾ വരും. ആ പ്രസ്താവനകളുടെ ഒരു ഇംപ്ലിമെന്റേഷൻ യഥാർത്ഥത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നത്. ലേബർ ഡിപ്പാർട്ട്മെന്റ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ വിഷയത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ്, സനീഷ് പറഞ്ഞില്ല, ഞങ്ങൾ വിവരം അറിഞ്ഞ് ഇച്ചിരി വൈകിപ്പോയി അവിടെ എത്താൻ. പക്ഷെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള മിസ്റ്റേക്ക് ഇന്ന് ചെയ്തിരിക്കുക. കാരണം ഈ കോമ്പൻസേഷൻ എമൗണ്ട് വാട്ടർ അതോറിറ്റി ആണെങ്കിലും കോൺട്രാക്ടർ ആണെങ്കിലും കെട്ടിവെക്കാതെ ഈ തൊഴിലാളികളുടെ ബോഡി ഇവിടുന്ന് കൊടുത്തുവിടാൻ പാടില്ലാത്ത, ഇപ്പോഴും ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ സർക്കാരിൽ നിന്നോ നമുക്ക് സർക്കാർ സംവിധാനത്തിൽ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇതിന് മറുപടി പറയണം. ഇപ്പോഴും എന്താണ് അവർ ചെയ്തത് ഈ വിഷയത്തിൽ? വാട്ടർ അതോറിറ്റി എന്ത് ചെയ്തു? മുടക്കായിരിക്കാം, പക്ഷേ അവരെന്ത് ചെയ്യണം? ഇപ്പൊ മുടക്കമുള്ള ദിവസങ്ങൾ ഇത്ര അത്യാഹിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനീഷ് നേരത്തെ പറഞ്ഞത് ശരിയാ, നമ്മുടെ നാട്ടിലൊരു തൊഴിലാളിയാണെങ്കിൽ കളക്ടറും അതുപോലുള്ള ആളുകളും ഇവിടെ വരില്ലേ? എന്തുകൊണ്ട് വന്നില്ല? അത് സനീഷ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. പക്ഷെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പോലും ഒറ്റപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടെ. ശ്രീമതി ടി ബി മിനി, ഈ രണ്ടു പേർക്ക്, ഈ രാജു, മാധവൻ എന്നീ മരിച്ചുപോയ രണ്ടാളുകളുടെ കുടുംബങ്ങൾക്ക്, അവരിൽ അമ്മയും മകനുമാണെന്ന് തോന്നുന്നു, തെരുവിലിരുന്ന് കരയുന്നുണ്ട്. അവർക്ക് ഏത് തരത്തിലുള്ള നഷ്ടപരിഹാരമാണ് അവർക്ക് വളരെ പെട്ടെന്ന് ലഭിക്കേണ്ടത്? എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക? ഇതുവരെ പുലർത്തിപ്പോകുന്ന നിസ്സംഗത, ഈ സർക്കാർ സംവിധാനങ്ങൾ പ്രതികരിക്കുക പോലും വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആ മനോഭാവം പെട്ടെന്നങ്ങ് മാറിപ്പോകും എന്ന് വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് എന്ത് നേടിയെടുക്കാനാണ്, അവർക്ക് നഷ്ടപരിഹാരമായിട്ട് എന്ത് വാങ്ങിക്കൊടുക്കാനാണ് കേരളീയ സമൂഹത്തിന് കഴിയുക? അതായത് ഇതില് പ്രത്യേകിച്ചൊന്നുമില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റ്, ലേബർ എൻഫോഴ്സ്മെന്റ്, DLO യഥാർത്ഥത്തിൽ ഇത് തന്നെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം, അതായത് നമ്മളുടെ വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അത് കോൺട്രാക്ടർ ആയിക്കോട്ടെ പ്രിൻസിപ്പൽ എംപ്ലോയർ ആയിക്കോട്ടെ, ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ വെച്ചിട്ടാണ് ആ തൊഴിലാളികൾ മരിക്കുന്നത്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം അവർക്ക് നഷ്ടപരിഹാര തുക കിട്ടണം. അത് നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിനൊക്കെ വേറെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നമല്ല, അത് ആ മാനദണ്ഡം അനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ ഏകദേശം എന്തായാലും ഒരു നല്ല ഒരു തുക അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നതാണ്, ഇത് കഴിഞ്ഞ് ഈ തൊഴിലാളികൾ അവരുടെ സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്കോ ഒക്കെ പോകുമ്പോൾ ഇതിലൊരു ഫോളോ അപ്പ് നടക്കില്ല. സ്വാഭാവികമായും ഇതിൽ രക്ഷപ്പെടുന്നത് കോൺട്രാക്ടറും വാട്ടർ അതോറിറ്റിയാണ്. ഇത് ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ സ്റ്റാഡിയം പിടിച്ച്, നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കൊടുത്തു വിടില്ലായിരുന്നു ഞങ്ങള്. അതെന്തിനാന്ന് വെച്ചാൽ അവർ അത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത്തരം ആളുകൾ
പിന്നീട് ഒരിക്കലും ഇതിനെ ഫോളോ അപ്പ് ചെയ്യാതെ ഇവർക്ക് ഈ അവകാശം നഷ്ടപ്പെടും, അവർക്ക് ആ തൊഴിലാളികളെ നഷ്ടപ്പെടും, ആ കുടുംബം പോറ്റുന്ന ആളുകളായിരിക്കും, അവർക്കാണ് ഈ നഷ്ടപ്പെടുന്നത്. പിന്നെ വേറൊരാൾ സഹായത്തിനില്ലാത്തൊരു അവസ്ഥ വരും. നമ്മൾക്കാണെങ്കിലോ കോണ്ടാക്ട് ചെയ്യാൻ ചിലപ്പോൾ ഇത്തരം ആളുകളെ ബുദ്ധിമുട്ട്, അവരുടെ സംസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് നേരിടും. അപ്പൊ യഥാർത്ഥത്തിൽ സർക്കാരിന്റെയും ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഭാഗത്തുനിന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച നടന്നിരിക്കുന്നത്. തീർച്ചയായും. അഡ്വക്കേറ്റ് ആർ ചന്ദ്രശേഖരൻ, അവസാനമായി ഏതായാലും നമുക്കിടപെടാൻ പറ്റിയിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇത്ര വലിയ തൊഴിലാളി യൂണിയനുകളും വലിയ രാഷ്ട്രീയ സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് 2 പേർ ഇങ്ങനെ ദാരുണമാം വിധം മരിച്ചിട്ട് അത് നാട്ടുകാരല്ലാത്തത് കൊണ്ട് മാത്രം, ഇവിടുത്തുകാരല്ലാത്തത് കൊണ്ട് മാത്രം ആ പുലർത്തിയിരിക്കുന്ന മൗനം ഇതുവരെ ഭഞ്ജിച്ചിട്ടില്ല. ടെലിവിഷൻ ചാനലുകൾ ഞങ്ങളടക്കം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ പ്രതികരിക്കാൻ പോലും തയ്യാറല്ല ആളുകൾ. ജില്ലാ കളക്ടർ ആ സ്ഥലത്തില്ല. സ്വാഭാവികമായും അതിന് അവധി ദിനമാണ് എന്ന എക്സ്ക്യൂസൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതുവരെ ചെയ്യാനായിട്ടില്ല എന്നത് ഇനി അങ്ങോട്ട് ഈ മരിച്ച ആളുകൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കാൻ താങ്കളുടെ സംഘടന അടക്കമുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനാവുക? ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മനുഷ്യ ജീവിതത്തോടെയുള്ള ജീവനോടുള്ള ഇത്തരം നിസ്സംഗതാഭാവം തികച്ചും ക്രിമിനൽ കുറ്റമാണ്. അത്തരം ആളുകളുടെ പേരിൽ ജില്ലാ കളക്ടർ ആയാലും ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരായാലും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരായാലും അവരുടെ പേരിൽ ക്രിമിനൽ നടപടി ചട്ടങ്ങൾ പ്രകാരം കേസെടുക്കുകയും ഇതിനി മേലിൽ ഒരിക്കലും കേരളത്തിൽ ഒരു മനുഷ്യജീവി, അത് വിദേശത്തു നിന്ന് വന്നതായാലും സ്വദേശത്തുള്ളതായാലും, ഒരു മനുഷ്യജീവിക്ക് ഇത്തരം അപകടം ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിലപാടെടുക്കണം. INTUC ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എല്ലാ ട്രേഡ് യൂണിയനുകളും യോജിച്ചുകൊണ്ട് തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വെറുതെ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലോ അവസാനിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഫലപ്രദമായി ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നടപടികൾ എടുക്കാനും അതിന് വേണ്ടി വരുന്ന സമ്പത്ത് കണ്ടിജൻസി ഫണ്ട് പോലെ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ എവിടെ സംഭവിച്ചാലും അപകടം ഉണ്ടായാലും മരണമാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ഇമ്മീഡിയറ്റ് റിലീഫ് കൊടുക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനവും നിയമങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സാന്നിധ്യവും എൻഫോഴ്സ്മെന്റും അതിന്റെ പരിശോധനകളും കൃത്യമായി നടക്കുകയും വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഏത് ഗവൺമെന്റ് ആയാലും അത് കൈക്കൊണ്ടില്ല എങ്കിൽ ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകും. ആ ദുരന്തങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പരാതിക്കാരായി മാറി നിൽക്കുന്നത് ശരിയല്ല. തീർച്ചയായും വളരെ നന്ദി അഡ്വക്കേറ്റ് ആർ ചന്ദ്രശേഖരൻ, ഒപ്പം ശ്രീമതി TB മിനി, ശ്രീ ബോബി തോമസ്, ഡോക്ടർ തോമസ് ഐസക് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.